ഹായ്, ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റ് വരുന്ന ഒരു എ ലൈൻ ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഇന്ന് നോക്കാൻ പോണേ. ഒരു ലാർജ് സൈസിൻ്റെ മെഷർമെൻറ്റും കൂടെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഇതൊരു ലാർജ് സൈസിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് പോർഷനാണ് സെറ്റ് ചെയ്യാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് എടുത്തിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് കിട്ടാൻ പോണ ഏറ്റവും വലിയ പൊട്ടത്തരാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. ഞാനിത് പെന്ന് വെച്ചിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈറ്റിൽ അത്യാവശ്യം നന്നായിട്ട് അത് കാണും ചെയ്യും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടിയിരുന്നില്ല. അവസാനം ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടിയൊരു ഐഡിയ വെച്ചിട്ടാണ് ഇത് ഒക്കെ മായ്ച്ച് കളഞ്ഞത്. ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പെർഫ്യൂം ഇല്ലേ, അത് നമ്മൾ അതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മളുടെ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ പെട്ടെന്ന് പോകുന്നതാണ്. അങ്ങനെ എന്തായാലും അത് ഉണങ്ങി കിട്ടും വേണമായിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേസം ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ അത് നിവർത്തിയപ്പോൾ അതിലേറെ വലിയ പണി കിട്ടി. അത് ചുരുങ്ങിപ്പോയി. നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്ന ക്ലോത്ത് ചുരുങ്ങി, മറ്റേത് കുറച്ച് ലെങ്ത്ത് കൂടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അതും കൂടെ കഴുകിടേണ്ടി വന്നു. എന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്താൻ പോണേ. പറഞ്ഞ് കാട് കയറി പോകാൻ തുടങ്ങി. നമ്മളുടെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഷോൾഡർ ഞാൻ 7 ഇഞ്ചാണ് എടുത്തുള്ളത്. ഒരു സ്ലീവ്ലെസ് ആണ്, അപ്പോൾ കുറച്ച് ഷോൾഡർ വേണം. നമ്മളുടെ ആം റൗണ്ട് അത് ഞാൻ 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നേരെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ അളവെടുക്കാം. ഇതിപ്പോൾ ക്ലോത്ത് വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഫ്രണ്ട് പോർഷനാണ് താഴെ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് 5 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ബാക്ക് പോർഷൻ വെച്ചിട്ട് ആ ക്ലോത്തിലാണ് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. മെഷർമെൻറ്റൊക്കെ ഞാൻ ബുക്കിൽ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ വരച്ചെടുക്കണേ. നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ് 11 എടുത്തിട്ടുള്ളത്. പ്ലസ് നിങ്ങൾക്ക് എത്രയാണ് സീം അലവൻസ് നിങ്ങൾ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കണത് അതും കൂടെ ആഡ് ചെയ്യണേ. ഞാൻ 2 ഇഞ്ച് വരെ കൊടുക്കാറുണ്ട്. അങ്ങനെ 13 ഇഞ്ചാണ് ടോട്ടൽ ഇട്ടിട്ടുള്ളത്. ഈ ടോപ്പിൽ ഞാൻ വീനെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ നെക്ക് വിഡ്ത്ത് എപ്പോഴും 4 ഇഞ്ച് എടുക്കണം. നമ്മളുടെ ലെങ്ത്ത് എത്ര വേണ്ടത് വെച്ചാൽ 7 ഇഞ്ച്, മിനിമം 7 ഇഞ്ച് എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ലൈന് വരച്ചെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് 10 ഇഞ്ചും പിന്നെ നമുക്ക് എക്സ്ട്രാ വേണ്ട സീം അലവൻസ് അതും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വരച്ച് കൊടുക്കുന്നത് കൈ കൊണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ചെറിയൊരു ചോക്കിൻ്റെ പീസ് ഉണ്ട്. ചോക്കൊന്നും കാണാനില്ല. അപ്പോൾ കിട്ടിയത് ചെറിയ പീസാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വരച്ച് കൊടുക്കുന്നത്. ക്ലോത്ത് നന്നായിട്ട് ചുളിഞ്ഞിരിക്കണ പോലെ തോന്നുന്നുണ്ടല്ലേ. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ അയൺ ചെയ്തിട്ടൊന്നും അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. ഇനി എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നും കൂടെ അയൺ ചെയ്താൽ സെറ്റായിട്ടുണ്ടാവും. പിന്നെ കഴുകിയോണ്ട് നമ്മളുടെ ക്ലോത്തിന് നല്ല ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ താഴ്ഭാഗം കറക്റ്റായിട്ട് പിടിച്ചിട്ട് മേൽഭാഗത്ത് ഏറ്റക്കുറച്ചിലൊക്കെ മേൽഭാഗത്താണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിന് താഴെയാണ് ബാക്കി മെഷർമെൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആം റൗണ്ട് കർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ലെങ്ത്ത് എത്ര വേണ്ട വെച്ചാൽ അതും കൂടെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ആം റൗണ്ട് ഞാൻ കുഴിച്ച് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ, ഫ്രണ്ട് പോർഷനിലുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ലെങ്ത്ത് എടുക്കാൻ പോണത് 45 ഇഞ്ചാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇനി കട്ട് ചെയ്യാൻ പോകും. നോർമലി നമ്മൾ ഓപ്പൺ ഇല്ലാത്ത ഒരു ടോപ്പ് എങ്ങനെയാണ് വെട്ടാൻ പോണേ അതുപോലെ തന്നെയാണ് നമ്മളുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ വൈഡാക്കിയിട്ട് പിടിച്ചിട്ട് നമുക്ക് വരച്ച് കൊടുക്കുക. ഇതാണ് നമുക്ക് ഇനി കട്ട് ചെയ്യാൻ പോകേണ്ടത്. താഴത്തെ ഭാഗം 2 സൈഡും തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് മേലേക്ക് വരച്ചിട്ട് ഒന്ന് കർവ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷനാണ്. നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ 5 ഇഞ്ചിൽ അവിടെ ഞാൻ ഒന്നും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു 10 ഇഞ്ചാണ്. അത് നേരെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇത് നമ്മൾ നല്ല വശത്തല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്, ചീത്ത വശം പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഒരു 2 സ്റ്റിച്ച് മിനിമം കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് കാണുന്നുണ്ടാവില്ല. എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബാക്ക് പോർഷനല്ല അതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സെൻറ്റർ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പിന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് പിന്നൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഇവിടെ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യണില്ല, ജസ്റ്റ് പിൻ ചെയ്ത് വെക്കണേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതിൽ നമുക്ക് നമ്മളുടെ നെക്കിൻ്റെ വിടുത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ 4 ഇഞ്ചാണ് ഞാൻ എടുക്കണത് കേട്ടോ. ഇതൊരു വീനക്കായതുകൊണ്ട് നമുക്ക് 4 ഇഞ്ച് അത്യാവശ്യമാണ്. പിന്നെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു 7 ഇഞ്ചാണ്. കുറച്ച് 6 ഇഞ്ച് 5 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മേലെ കയറി നിൽക്കും. അപ്പോൾ നമ്മളുടെ ആ നെക്കിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണുണ്ടേ. അതുകൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് നമ്മളുടെ മെയിൻ ക്ലോത്തിലെ അതിൻ്റെ നല്ല വശം അപ്പോൾ അതാ ഏകദേശം ഇങ്ങനെയല്ല ഇരിക്കുക. ഇതിൻ്റെ മേലെ നമ്മളുടെ ലൈനിങ് വെച്ചിട്ട് പിന്നൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വി ആയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമ്മളുടെ ആ ഒരു പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് മറച്ചിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ കേട്ടോ വരുന്നത്. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ബോക്സ് പ്ലീറ്റൊക്കെ നമ്മളുടെ കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി ഞാനൊന്ന് പിടിച്ച് വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും. ഇനി നമ്മളുടെ ബാക്കിലേക്കുള്ള ലെങ്ത്ത് വേണ്ടത് 3 ഇഞ്ചും അതേപോലെ നമ്മൾ സെയിം വിടുത്ത് 4 ഇഞ്ചും കൂടെ എടുത്തിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നേരെ നമ്മളുടെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ മറച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡറും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ആം റൗണ്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം അവിടെ ഒരു പൈപ്പിംഗ് കൂടെ വെച്ച് കൊടുക്കാനുണ്ട്. ഞാനിവിടെ സ്ലീവ്ലെസ് ആയിട്ടാണ് അടിക്കാൻ പോണേ. അതുകൊണ്ടാണ് ഞാനൊരു പൈപ്പിംഗ് വെക്കാൻ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ആ ഒരു ക്ലോത്ത് എടുത്തിട്ടാണ് ഞാൻ നമ്മളുടെ കയ്യിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൈപ്പിംഗ് സെറ്റാക്കിയിട്ടുള്ളത്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് താഴെ മെയിൻ ക്ലോത്തിലൊരു പൈപ്പിംഗ് കൂടെ വെക്കാനില്ലേ, അപ്പോൾ അത് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മറച്ചിട്ടിട്ട് നല്ല വശത്ത് ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുത്താൽ നമ്മളെ പൈപ്പിംഗ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഇത് ഒരുപാട് പണി കിട്ടി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ്. എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം.